ഓക്കെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇനി നമ്മൾ എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഇതിനുള്ളിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. എന്താണ് യൂണിറ്റ് സർക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? യൂണിറ്റ് സർക്കിൾ ഉദ്ദേശിച്ചിരിക്കുന്ന സർക്കിൾ വിത്ത് റേഡിയസ് 1. ശ്രദ്ധിക്കുക, എന്താണ് ഇതൊരു സർക്കിളാണ്, റേഡിയസ് 1 ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ കോർഡിനേറ്റ് 1,0, 0,1, -1,0, 0,-1 വന്നിരിക്കുന്നത്. സെന്റർ അറ്റ് ഒറിജിൻ, കോർഡിനേറ്റ് എക്സ് ആക്സിസ് a, b be any point on the circle with angle AOP x radian. ശ്രദ്ധിക്കുക, ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? എക്സ് റേഡിയൻ. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് ആർ കെ പി എന്ന് പറയുന്നത് എത്ര കിട്ടും? ഈ എ പി എന്ന് പറയുന്നത്, കാരണം ഇത് എന്തുകൊണ്ടാണ് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യൂണിറ്റ് സർക്കിളിൽ L = r തീറ്റ എന്ന് പറയുന്നത് എന്തുണ്ട്, പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അതായത് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ ഒരു സെക്ടറാണ്, ആംഗിൾ തീറ്റയാണ്, റേഡിയസ് ആർ ആണ്, ആർക്ക് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ. ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ട് നമുക്കപ്പോൾ എത്ര തന്നെ കിട്ടും? L = 1 ടൈംസ് തീറ്റ. സോ അതുകൊണ്ടാണ് L = നമുക്ക് എത്ര തന്നെ കിട്ടിയിരിക്കുന്നത്? എക്സ് റേഡിയൻ എന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ കോസ് എക്സിന് പകരം നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തു? എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. സൈൻ എക്സിന് വരെ എന്തെന്ന് ഡിഫൈൻ ചെയ്തു? ബി എന്ന് ഡിഫൈൻ ചെയ്തു. ഞാൻ ഇങ്ങനെ ഒരു കോസ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്താണ് കോസ് എക്സ്? കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. സോ കോസ് എക്സ് = a. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡെഫിനിഷൻ. നമ്മൾ കോസ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കോസ് എക്സ് = അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഓക്കെ, അപ്പം അഡ്ജസൻറ്റ് OM ഡിവൈഡഡ് ബൈ OP which is equal to a/1. സിമിലർലി സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതാണ്? MP ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് എത്ര വരും? 1. അവിടെ MP ആയിട്ട് വരുന്ന വാല്യൂ എത്രയാണ്? ഓൾറെഡി തന്നിരിക്കുന്ന എത്ര തന്നെയാണ്? B എന്നുള്ളതാണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? A ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? B ആണ്. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്തായിരിക്കും? OM² പ്ലസ് എന്തായിരിക്കും? OM² പ്ലസ് MP² എന്ന് പറയുന്നത് A² പ്ലസ് B² വാല്യൂ 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് sin² x പ്ലസ് cos² x വാല്യൂ എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. ഓക്കെ, ടോട്ടൽ ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അതായത് 1 കംപ്ലീറ്റ് റെവല്യൂഷൻ 2π റേഡിയൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് AOB. അങ്ങനെയാണ് ക്വാർട്ടർ ഓഫ് എ റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? π/2. എങ്ങനെയാണത് π/2 കിട്ടിയിരിക്കുന്നത്? 2π ഫുൾ റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണ് അത് എന്തായിരിക്കുന്നത്? π/2. ഈ ആംഗിളാണ് നമ്മൾ എത്രയായിട്ട് π/2 അല്ലെങ്കിൽ നമ്മൾ എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അടുത്തത് അതായത് ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ പൈ. ഏതാണ് ഇത്? A, ഇത് O, ഇത് AOC. ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പൈ. അതായിരിക്കും നമുക്ക് എത്രയാണ് ഇക്വലന്റ്? AOC എന്ന് പറയുന്നത് 180 ഡിഗ്രിക്ക് ഇക്വലന്റ്. ഇത് എത്രയായിരിക്കും? 270 ഡിഗ്രിക്ക് ഇക്വലന്റ്. AOD ഏതായിരിക്കും? AOD ഇത് A, ഇത് OD. ഈ വലിയ ആംഗിളാണ്, ഇത്രയും വലിയ ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? AOD. അപ്പം ഓൾ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π/2. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്വാഡ്രന്റ് ആംഗിൾ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓരോ 90 ഡിഗ്രിയിലും ഓരോ ക്വാഡ്രന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തുന്നു. 90 ഡിഗ്രി, അതായത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ഓരോ ക്വാഡ്രന്റ് ആംഗിൾ എന്ന് പറയുന്നു. കാരണം 90 ഡിഗ്രി എത്തുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തീരും, 90ക്കും 180 ഡിഗ്രിക്കാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, 180ക്കും 270 ഇടയ്ക്കാണ് തേർഡ് ക്വാഡ്രന്റ്, 270ക്കും 360 ഇടയ്ക്കാണ് ഫോർത്ത് ക്വാഡ്രന്റ്. അടുത്ത ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ ABCD, ഇത് A, ഇത് B, ഇത് C, ഇത് D. എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 1,0. ബിയുടെ കോർഡിനേറ്റ്, എയുടെ കോർഡിനേറ്റ് എത്ര വരും? 1,0.
ബിയുടെ കോർഡിനേറ്റ് 0,1, സിയുടെ കോർഡിനേറ്റ് -1,0, ഡിയുടെ കോർഡിനേറ്റ് 0,-1. നൗ അടുത്തത് എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ബി എന്നുള്ള പോയിന്റ് ഉണ്ട്, സിയുടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. കോസ് 0 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തായിരുന്നു. സോ ഏതായിരിക്കും? ഇങ്ങനൊരു എ ബി എന്നുള്ള പറയുന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ആ ആംഗിളിൻ്റെ കോസ്. ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് ആയിരിക്കും അവിടെ വരെ എടുത്തുള്ള ആംഗിളിൻ്റെ എന്തെന്ന് പറയുന്നത് സൈന് ആണ് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? ഇനി എ കോമ ബി എന്നൊരു പോയിന്റ് ഉണ്ട്. എ കോമ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ എക്സ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് എന്ന് പറയുന്ന എ ആയിരിക്കും. ശ്രദ്ധിച്ചോണം, ഇതൊരു യൂണിറ്റ് സർക്കിൾ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് കോസ് എക്സ് ഈക്വൽ ടു എ. അതുപോലെ സൈൻ എക്സ് ഈക്വൽ ടു എത്രയെന്നും വന്നിരിക്കുന്നു? ബി എന്നും വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയിലെ പോയിന്റ് 1,0 ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു? എ കോമ ബി എന്ന് പറയുന്ന പോയിന്റ് യൂണിറ്റ് സർക്കിളിലുണ്ടെങ്കിൽ എന്തായിരുന്നു? കോസ് എക്സ് ഈക്വൽ ടു എ, സൈൻ എക്സ് ഈക്വൽ ടു ബി. ആ ഒരു ഐഡിയ വെച്ചിട്ട് ആദ്യത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്? 1,0. അപ്പം ഈ പോയിന്റ് ഏതാണ്? 1,0 ആണ്. 1,0യുടെ തീറ്റ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് 0 എന്ന് പറയുന്നത് 1, സൈൻ 0 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0. ഇനി രണ്ടാമത്തെ പോയിന്റ് ബി എത്തുമ്പോഴത്തേക്കും എത്ര ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ഇതപ്പോൾ 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ഓർ π/2 ഡിഗ്രി, π/2 റേഡിയൻ. ഇത് 180 ഡിഗ്രി ഓർ പൈ, ഇത് 270 ഡിഗ്രി ഓർ 3π/2 എന്നുള്ള രീതിയിൽ വരും ആംഗിൾ. സോ ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി എന്നുള്ള രീതിയിൽ വരും ആംഗിൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ പോയിന്റ് ഞാൻ എടുക്കുന്നു, 90 ഡിഗ്രി. ഓക്കെ, രണ്ടാമത്തെ ആംഗിൾ ഞാൻ എടുക്കുന്നത് എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി എടുത്തു. 90 ഡിഗ്രിയുടെ പോയിന്റ് ഏതാണ്? 0,1 ആണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക എന്തായിരിക്കും? കോസ് 90 അല്ലെ π/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ എക്സ് കോർഡിനേറ്റ്. സൈൻ π/2 എന്ന് പറയുന്നത് എന്തായിരിക്കുന്നത്? 1 ആയിരിക്കുന്നത്. ഇത് യൂണിറ്റ് സർക്കിളിലെ പോയിന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തിരിക്കുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? പൈ അല്ലെങ്കിൽ ഏതാണ്? 180 ഡിഗ്രി. അപ്പം തേർഡ് വൺ എത്രയാണ്? 180 അല്ലെ പൈ എന്ന് പറയും. 180 അല്ലെ പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? 180 അല്ലെങ്കിൽ പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? -1,0. 180 അല്ലെങ്കിൽ പൈക്ക് കറസ്പോണ്ടിങ് വന്നിരിക്കുന്ന പോയിന്റ് എത്രയാണ്? -1,0. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് പൈ എന്ന് പറയുന്നത് എത്ര കിട്ടും? അപ്പം പൈ എന്നുള്ളതിൻ്റെ തേർഡ് പോയിന്റ് ആണ് ഈ വന്നിരിക്കുന്ന പോയിന്റ്. സോ കോസ് പൈ എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് -1, സൈൻ പൈ എന്ന് പറയുന്നത് എത്ര കിട്ടും? 0. അതുപോലെ ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 270 അല്ലെ 3π/2. അതിന് ഇക്വലന്റ് പോയിന്റ് എത്രയാണ്? 0,-1. ഓക്കെ, ഇതെന്ന് പറയുന്നത് 3π/2 ബാർ 270 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വന്നിരിക്കുന്നത്? പോയിന്റ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തെഴുതാം? ഈ ഒരു പോയിന്റാണ് 270 അല്ലെ 3π/2 എന്ന് വന്നിരിക്കുന്നത്. 270 അല്ലെ 3π/2, 270 അല്ലെങ്കിൽ 3π/2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് 3π/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0, സൈൻ 3π/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? -1. ഇനി വീണ്ടും നമ്മൾ 0 എന്ന് പറയുന്നതും 2π എന്ന് പറയുന്നതും എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, അവിടുത്തെ പോയിന്റ് ഏതായിട്ട് തന്നെ വരും? അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏത് വരും? 1,0 തന്നെ വരും. ഇതെന്ന് പറയുന്നത് 2π അല്ലെങ്കിൽ 360 ഡിഗ്രി. 2π അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോസ് 2π എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് 1, സൈൻ 2π എന്ന് പറയുന്നത് എത്ര കിട്ടും? 0. കോസ് 2π എന്ന് പറയുന്നത് 1, സൈൻ കോസ് 2π എന്ന് പറയുന്നത് 1,
സൈൻ 2π എന്ന് പറയുന്നത് എത്ര വരും? 0. അടുത്ത ശ്രദ്ധിക്കുക. If we take one complete revolution from point P, we again back to the same point P. അപ്പോൾ P എന്നൊരു കംപ്ലീറ്റ് റെവല്യൂഷൻ, അതായത് വീണ്ടും നമ്മളൊരു 2π റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും P തന്നെ എത്തും. ഓക്കെ, എക്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എനി ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് 2π. ഓക്കെ, എന്തായിരിക്കും? സൈൻ അല്ല കൊസൈൻ ചേഞ്ച് ചെയ്യുന്നത്. അതായത് സൈൻ എക്സ് എന്ന് പറയുന്നതും സൈൻ 2π അല്ല, 2π ആഡ് ചെയ്യാം, 4π ആഡ് ചെയ്യാം, 6π ആഡ് ചെയ്യാം. അതായത് ഓരോ 2πയിലും നമ്മൾ അതേ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? എത്തുന്നു. അതുപോലെ തന്നെയാണ് കോസ് എക്സും എന്ത് വേണം? എക്സിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിന്റെ ഏത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആഡ് ചെയ്താലും കോസ് എക്സ് എന്ന് പറയുന്നതും കോസ് 2nπ പ്ലസ് എക്സ്, ആ എക്സിന്റെ കൂട്ടത്തിൽ 2nπ എന്ന് പറഞ്ഞാൽ 2π ആഡ് ചെയ്യാം, അല്ലെ 4π ആഡ് ചെയ്യാം, അല്ലെ 6π ആഡ് ചെയ്യാം. അതിന്റെ ഒരു ഇന്റിജർ മൾട്ടിപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേ വാല്യൂവിൽ തന്നെ എന്ത് ചെയ്യും? എത്തിച്ചേരും. സോ കോസ് എക്സ് ഈക്വൽ ടു കോസ് 2nπ പ്ലസ് എക്സ്. അടുത്തത്, അപ്പം ഇതാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. അപ്പം സൈൻ 2nπ പ്ലസ് എക്സ് സൈൻ എക്സ്, അതിൻ്റെ മീനിങ് എന്താണ്? എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെയായിരിക്കും. സിമിലർലി സൈൻ 4π പ്ലസ് എക്സ്, ഓക്കെ. നൗ സൈൻ 4π പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണ്. സൈൻ 4π പ്ലസ് എക്സ്, സൈൻ 4π പ്ലസ് എക്സ് എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ 2nπ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ഓർത്തിരിക്കേണ്ടത്, സൈൻ എക്സിന്റെ വാല്യൂ 0 ഏതിലായിരിക്കും? 0 പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ് 2π പ്ലസ് ഓർ മൈനസ് 3π ഏതിലെടുത്താലും സൈൻ എക്സിന്റെ വാല്യൂ 0-യിലായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എവിടെ തന്നെ എത്തും? ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഏത് മൾട്ടിപ്പിൾ എടുത്താലും 0 ആണെങ്കിലും പൈ ആണെങ്കിലും 2π ആണെങ്കിലും 3π ആണെങ്കിലും എത്രയായിരിക്കും? y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമുക്കറിയാം ഈ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? വാല്യൂവിനെ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റ് 1,0 മൈനസ് 1,0 നമ്മൾ പൈ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും, പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തും, 2π വീണ്ടും ഇവിടെ എത്തും, 3π ഇവിടെ എത്തും, 4π വീണ്ടും ഇവിടെ എത്തും. ഇവിടെ എല്ലാത്തിലും എന്തായിരിക്കും? സൈൻ എക്സ് 0. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ പഴയ റിലേഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എക്സ്. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എക്സ്. ഓക്കെ, ആ ഒരു ഐഡിയ കൊണ്ടാണ്. അതുപോലെ തന്നെ കോസ് എക്സ് 0 ഏതിലായിരിക്കും? പ്ലസ് ഓർ മൈനസ് 5/2. ഇതായിരിക്കും പ്ലസ് 5/2. മൈനസ് 5/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തും, അല്ലെ 3π/2 എന്ന് പറയാം. രണ്ടും ഐഡന്റിക്കലാണ്. ഏതാണ്? ഇതിന് പകരം എനിക്ക് മൈനസ് π/2 എന്നും വിളിക്കാം. രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. സോ കോസ് എക്സിന്റെ വാല്യൂ 0 എവിടെയായിരിക്കും? പ്ലസ് ഓർ മൈനസ് 5/2, പ്ലസ് ഓർ മൈനസ് 3π/2, പ്ലസ് ഓർ മൈനസ് 5/2. അന്നേരം ഞാൻ y ആക്സിസിലെ പോയിന്റിലെത്തും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട, കോസ് എക്സ് വാനിഷസ് വെൻ എക്സ് ഈസ് ആൻ ഓൾഡ് മൾട്ടിപ്പിൾ ഓഫ് 5/2. അതുപോലെ തന്നെ എന്തായിരിക്കും? സൈൻ എക്സ് അപ്പോൾ എപ്പോഴായിരിക്കും? വെൻ എക്സ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. സൈൻ എക്സ് എന്ന് പറയുന്നത് 0 ആകും, എക്സ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. കോസ് എക്സ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ. അപ്പം ഇത് ഓർത്തിരിക്കുക, വളരെ ബേസിക് ആണ്. സൈൻ എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ nπ. കോസ് എക്സിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2n + 1 ടൈംസ് π/2. സോ സൈൻ എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു nπ. കോസ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2n + 1 ടൈംസ് π/2. ഇനി അതർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഇത് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്തത്. അതർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ യൂസിങ് സൈൻ ആൻഡ് കൊസൈൻ. കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/sin x ആയിരിക്കും. കൊസീക് എക്സ് എന്ന് പറയുന്നത് 1/sin x, എക്സ് നോട്ട് ഈക്വൽ ടു nπ. ഓക്കെ, സീക് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/cos x. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് കൊസീക് എക്സ് എന്ന് പറയുന്നത്? എന്താണ്? 1/sin x. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് നോട്ട് ഈക്വൽ nπ. കാരണം എന്തുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ nπ എന്ന് വന്നത്?
ബെസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എക്സിന്റെ വാല്യൂ പൈ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ പൈ ആണെങ്കിൽ കൊസീക് സി ഓക്കെ, നമ്മൾ കൊസീക് എക്സ് എന്ന് CSCX എന്ന് പറയും, ഇതിനെ ഷോർട്ട് ആക്കി. കൊസീക് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/sin0 കിട്ടും, 1/sin പൈ കിട്ടും. 1/sin പൈ കിട്ടുമ്പോൾ 1/0 കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷൻ എന്നല്ലാതാകും? ഡിഫൈൻഡ് അല്ലാതെയാകും. നമ്മുടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ മാറും. സോ അതുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത് എൻ പൈ നമ്മൾ പറയുന്നത്. സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. പ്രൊവൈഡഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 1 π/2. സെയിം സിറ്റുവേഷൻ, എക്സ് ഈക്വൽ ടു 2n + 1 ടൈംസ് π/2 എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ എന്താകും? 0 ആകും. സിമിലർലി ടാൻ എക്സ് ഈക്വൽ ടു ഓക്കെ, അതായത് നമുക്കിവിടെ എക്സാമ്പിൾ വരാൻ കാരണം എന്തുകൊണ്ടാണ്? കോസ് 3π/2 ഏത് വേണമെങ്കിലും ആകാം. അതായത് കോസ് π/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/cos π/2 1/0 ഫോമിലോട്ട് വരും. അതുകൊണ്ടാണ് സീക്ക് എക്സ് ഒരിക്കലും 2n + 1 π/2 ഓൾഡ് മൾട്ടിപ്പിൾ എന്തല്ലാത്തത്? ഡിഫൈൻഡ് അല്ലാത്തത്. സോ ടാൻ എക്സ് എന്ന് പറയുന്നത് sin x /cos x, ഡിനോമിനേറ്റർ 0 ആകാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ബേസിക് റൂള്. കാരണം ഡിനോമിനേറ്റർ 0 ആണ്, മാത്തമാറ്റിക്കലി വാല്യൂ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പം ഈ ഒരു എക്സിൽ നിന്നാണ്, ഓക്കെ, അതാണ് ഈ ഒരു വാല്യൂ എന്നാണ് വന്നിരിക്കുന്നത്. എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 ടൈംസ് π/2. സിമിലർലി കോട്ട് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ. ഇതിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ. ഇവിടെ നിന്നായിരിക്കും മറ്റേ വന്നിരിക്കുന്ന എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 π/2. ഓക്കെ.